ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളാണ്. അതിനിടയിലാണ് ബംഗാളിൽ SIR തുടങ്ങിയത്. അപ്പോൾ കുറേ തൊഴിലാളികൾ അതിൻ്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചുപോയി. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനെ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ അപ്പോഴും 800, 900, 700, 800 തൊഴിലാളികളുമായി ഈ നിർമ്മാണ പ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ ഇത് സമയത്തിനനുസരിച്ച്, അതിനിടയിലാണ് മാർച്ച് 1-ാം തീയതി ഈ വീട് നിർമ്മിക്കുന്ന ആ ഭൂമിയുടെ പട്ടയം സർക്കാർ നൽകുന്നത്. ഉടൻ തന്നെ വീട് കയറി താമസിക്കാൻ പാകത്തിൽ ഒരുക്കും എന്നുകൂടി സർക്കാർ വാഗ്ദാനം ചെയ്തു. അതിനൊരു സമയമൊക്കെ നിശ്ചയിച്ചു. പക്ഷെ നീണ്ടുപോയി. അതിനുശേഷമാണ് വിഷുവിന് മുൻപ് എന്നുള്ളൊരു സമയം സർക്കാർ നൽകുന്നത്. അവിടെ നിന്നും നീണ്ടുപോവുകയാണ്. ഏതായാലും ഊരാളുങ്കൽ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു ക്വാളിറ്റി പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അതായത് സർക്കാർ പറഞ്ഞിട്ടുള്ള 2 ക്വാളിറ്റി ടെസ്റ്റ്, അത് ഈ പോണ്ടിങ് ടെസ്റ്റ്, ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക, അതുപോലെ തന്നെ പ്രഷർ ടെസ്റ്റ്, അതൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത്. സാധാരണ കെട്ടിടം നിർമ്മിക്കുമ്പോൾ അങ്ങനെയൊന്നും നടത്താറില്ല എന്നാണ് പറയുന്നത്. സാധാരണ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഒരു മഴക്കാലം വന്നു കഴിയുമ്പോൾ ചോർച്ചയുണ്ടെങ്കിൽ ആളുകൾ അതിന് മേലെ ഈ ചോർച്ച പരിഹരിക്കാനുള്ള പ്ലാസ്റ്ററിങ് നടത്തും, അതല്ലെങ്കിൽ ഷീറ്റിടും, വാട്ടർ പ്രൂഫിംഗ് നടത്തും, അല്ലെങ്കിൽ ഷീറ്റിടും, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ വീട് ആളുകൾക്ക് നൽകുന്നതിന് മുൻപ് തന്നെ ആ പരിശോധനയൊക്കെ തന്നെ നടത്തുകയായിരുന്നു. അപ്പോൾ 1-2 വീടുകളിൽ, അതാണ് ഈ 87-ാം നമ്പർ വീട്, നൗഫൽ എന്ന് പറയുന്ന ആളുടെ വീട്, അതുപോലെ തന്നെ 1-2 വീടുകളിൽ അത്തരത്തിൽ വെള്ളം കിനിയുന്നതായി കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ കിനിഞ്ഞ ഭാഗത്ത് മാർക്ക് ചെയ്തു, അതിൻ്റെ മേളിൽ പോണ്ടിങ് ടെസ്റ്റ് നടത്തി. അതിനുശേഷം ഈ പ്ലഗ്സ് എന്ന് പറയുന്ന, അതായത് ഈ കോൺക്രീറ്റ് സ്ലാബിനകത്തേക്ക് സ്ക്രൂ അടിച്ചു കയറ്റിയ ശേഷം അതിനകത്ത് ഡ്രൗട്ട് മിശ്രിതം, അതായത് സിമൻറ്റ് ചേർന്നിട്ടുള്ള മിശ്രിതം വളരെ ഫോഴ്സായി അടിച്ചു കയറ്റും. അപ്പോൾ ലീക്കിനുള്ള സാധ്യത അവിടെ കുറയും. ആ രീതിയിലൊക്കെ തന്നെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഊരാളുങ്കലിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷനിൽ തന്നെയാണ് ഈ വീടുകളൊക്കെ തന്നെയുള്ളത്. ഇതുവരെ ആർക്കും വീടുകൾ നൽകിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഈ കമ്പനി പറയുന്നത് ഏപ്രിൽ 30-നകം നിലവിൽ 102 വീടുകളുടെ നിർമ്മാണം ഏതാണ്ട് 98% പൂർത്തിയായി എന്നുള്ളതാണ്. ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ വെള്ളം, വെളിച്ചം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് 102 വീടുകളിൽ. ഈ മാസം 30ഓടുകൂടി ബാക്കിയുള്ള, അതായത് 178 വീട് എന്ന് പറയുന്ന അതിൽ വരുന്ന ബാക്കിയുള്ള വീടുകളുടെ പണികൾ കൂടി പൂർത്തിയാകും എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി വൈകാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വൈകിയാലും കുഴപ്പമില്ല. ആളുകൾക്ക്, ദുരന്തബാധിതർക്ക് മെച്ചപ്പെട്ട അല്ലെങ്കിൽ കുറ്റമറ്റ രീതിയിൽ വീടുകൾ ലഭ്യമാക്കണം എന്നതാണ്. മഴയ്ക്ക് മുൻപെങ്കിലും അവർക്ക് ആ വീടുകളിൽ കയറി താമസിക്കാൻ കഴിയണം എന്നുള്ളതാണ്.